മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അബ്ദുൽ വാഹിദിനെതിരെ പോലീസ് ഇന്ന് കേസെടുത്തേക്കും. വാഹിദിന് അയച്ച ശബ്ദ സന്ദേശം അടങ്ങിയ യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറി. ഭർത്തൃ വീട്ടിൽ ഷഹാന വലിയ മാനസിക പീഡനം നേരിട്ടു എന്ന് അമ്മാവൻ സലാം 24 പറഞ്ഞു. നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചതിനേക്കാൾ തന്നെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞതാണ് ഷഹാനെ തളർത്തിയതെന്നും കുടുംബം ആരോപിച്ചു. കുട്ടി എഴുതി വെച്ച കുറേ കാര്യങ്ങളുണ്ട്, നമ്മളോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലീസ് പരിശോധിക്കുമ്പോഴേ അറിയുള്ളൂ. മാനസിക പീഡനം തന്നെയാണ്. കാരണം കളറില്ല, ഒരു 10-20 ദിവസം കൂടെ അറേഞ്ച് മാരേജ് ആയിരുന്നു. നേരത്തെ കണ്ട് വീട്ടിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം പിന്നെ വീട്ടുകാർ വന്ന് കണ്ടു. അതിനുശേഷം കല്യാണം നിശ്ചയിച്ചു. ബസ് എടുക്കാൻ വേണ്ടി കൂടെ കൊണ്ടുപോയി. സമീർ ബിൻ കരീം ആ വാർത്തകൾ ഒരുങ്ങുമ്പോൾ സമീർ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ നിന്നെ ഇന്നലെ ഉപേക്ഷിച്ചു എന്ന് പറയേണ്ട മാനസിക കരുത്ത് നമ്മുടെ പെൺകുട്ടികൾ ഉണ്ടാവേണ്ടതുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ഇതിപ്പോൾ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുക, ഒന്നൊഴിഞ്ഞു പൊക്കൂടെ എന്ന് നിരന്തരം ചോദിക്കുക, നിരന്തരം ഈ ഷഹാന മുംതാസ് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ആ വീട്ടിൽ കൊടിയ മെന്റൽ ടോർച്ചർ ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് സമീർ? ഹാഷ്മി, തീർച്ചയായും കുടുംബം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ കുട്ടിക്ക് കടുത്ത മാനസികമായ പീഡനമാണ് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ഈ പെൺകുട്ടി നിറം കുറവാണെന്ന് പറഞ്ഞായിരുന്നു പ്രധാനമായും ഈ ഭർത്താവിൻ്റെ കുടുംബവും പെൺകുട്ടിയെ ബുദ്ധിമുട്ടിച്ചത്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞും ഈ പെൺകുട്ടി അവഹേളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഭർത്താവ് തന്നെ ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി താൻ തന്നെ ഉപേക്ഷിക്കുകയാണെന്ന് ഈ പെൺകുട്ടിയോട് പലതവണ പറഞ്ഞു എന്നുള്ളതാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭർത്താവ് അബ്ദുൽ വാഹിദിന്റെ മാതാപിതാക്കളും സമാനമായ രീതിയിലാണ് ഈ പെൺകുട്ടിയോട് സംസാരിച്ചത്. തനിക്കൊന്ന് ഒഴിഞ്ഞു പോയിക്കൂടെ, അതോടൊപ്പം തന്നെ തനിക്ക് വേറെ ആളെ കിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ അബ്ദുൽ വാഹിദിന്റെ മാതാപിതാക്കൾ അടക്കമുള്ളവർ പെൺകുട്ടിയോട് ചോദിച്ചത് എന്നുള്ളതാണ് നിലവിൽ കുടുംബം ആരോപിക്കുന്നത്. ഇവയെല്ലാം തന്നെ അടങ്ങിയ ശബ്ദ സന്ദേശം അടങ്ങിയ മൊബൈൽ ഫോൺ, ഷഹാനയുടെ മൊബൈൽ ഫോൺ നിലവിൽ ഈ കുടുംബം പോലീസിന് കൈമാറിയിരിക്കുകയാണ്. കുടുംബം ഉടൻ തന്നെ കൊണ്ടോട്ടി പോലീസിൽ പരാതിയായി രേഖാമൂലം തന്നെ നൽകാനുള്ള തീരുമാനത്തിലാണ് ഈ കുടുംബം നിലവിലുള്ളത്. ഇതുവരെ ഈ പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങ് ഉൾപ്പെടെ ഉള്ളതുകൊണ്ടാണ് ഈ പരാതി നൽകാൻ വൈകുന്നത് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മെയ് 27-ാം തീയതിയാണ് ഈ അബ്ദുൽ വാഹിദും ഒപ്പം തന്നെ ഈ ഷഹാന മുംതാസ് തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. പിന്നീട് 27 ദിവസം ഇവർ ഒരുമിച്ച് കഴിയുകയും പിന്നീട് ഈ ഭർത്താവ് വിദേശത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ വിദേശത്ത് വെച്ചാണ് മൊബൈൽ ഫോൺ വഴി ഇത്തരത്തിലുള്ള മാനസികമായ പീഡനം ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് നിലവിൽ ഈ കുടുംബത്തിന്റെ ആരോപണം. ഓക്കെ, സമീർ ബിൻ കരീമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.